إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയെ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തിന്റെ എല്ലാ സുഖങ്ങളും വിട്ടെറിഞ്ഞുകൊണ്ട് മറ്റൊരു ലോകത്തേക്ക് യാത്ര തിരിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും എന്ന നിലക്ക്
ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റബ്ബിനെ സൂക്ഷിക്കുവാനും അവന്റെ ഇഷ്ടം നേടി അവന്റെ തൃപ്തി നേടി ഈ ലോകത്തു നിന്ന് വിട പറയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും ഉള്ളത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഈ മാസം മുഴുവൻ പല നിലക്കുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെയായി അതിന് വീട് കൂടുന്നത് പുണ്യമുള്ള കാര്യമാണ് എന്നും അതുപോലെ ഇതൊരു പുണ്യമാക്കപ്പെട്ട മാസമാണ് എന്നൊക്കെയുള്ള രൂപത്തിൽ ഇന്ന് സമൂഹത്തിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ഒരുപാട് അനാചാരങ്ങളും ശിർക്കൻ പ്രവർത്തനങ്ങളുമൊക്കെ വ്യാപിച്ച ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾക്കറിയാം, ചരിത്രത്തിൽ മുത്തബിഉസ് സുന്ന എന്നറിയപ്പെട്ട ഒരു സ്വഹാബിയുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ് ചരിത്രത്തിൽ മുത്തബിഉസ് സുന്ന എന്നറിയപ്പെടുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ കൂട്ടുകാരനുമായിട്ട് യാത്ര പോകുമ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ മൃഗത്തെ അവിടെ അങ്ങനെ നിർത്തിയതിനു ശേഷം അതിനെ കെട്ടിബന്ധിച്ചതിന് ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ഒരു കാട്ടിലേക്ക് കയറി പോവാണ്. ആ കാട്ടിലേക്ക് കയറിപ്പോയി അദ്ദേഹം കുറച്ചു കഴിഞ്ഞപ്പോ തിരിച്ചു വന്നു. അപ്പൊ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, താങ്കള് കാട്ടിലേക്ക് ആ കയറിപ്പോയ സമയത്ത് താങ്കൾക്ക് നടന്നു പോകാൻ യാതൊരു തരത്തിലുള്ള പ്രയാസമോ പ്രതിബന്ധമോ ഒന്നുമില്ലാതെ, അങ്ങനെ ഒരു പ്രയാസം താങ്കൾക്കില്ലാതെ താങ്കൾ ആ കാട്ടിലേക്ക് നടന്നു പോയപ്പോ ഒരു ഭാഗം എത്തിയപ്പോ താങ്കൾ കുനിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു, അത് എന്തുകൊണ്ടാണ് എന്ന് തന്റെ കൂട്ടുകാരൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതിന് മറുപടി നൽകുന്നത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും പ്രവാചകരും ഈ വഴി യാത്ര ചെയ്തപ്പോ ആ സമയത്ത് പ്രവാചകന് മലമൂത്ര വിസർജനം നടത്താൻ വേണ്ടിയിട്ട് ആ കാട്ടിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയപ്പോ പ്രവാചകനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ ഒരു മരം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ മരത്തിൽ തന്റെ തല തട്ടരുത് എന്ന് വിചാരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കുനിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അതെല്ലാം ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ടി അവർ മത്സരിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. സഹോദരന്മാരെ, വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു മരമുണ്ടായിരുന്നു. ആ മരമുണ്ടായിരുന്ന ഭാഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല തട്ടുമോ എന്ന് പേടിച്ച് പ്രവാചകന് കുനിഞ്ഞു നിൽക്കുമ്പോ അതേ സ്ഥലത്ത് വർഷങ്ങൾക്ക് ശേഷം ആ മരമൊക്കെ മുറിക്കപ്പെട്ട് സാധാ രൂപത്തിൽ നടന്നു പോകാനുള്ള അവസ്ഥ വന്നപ്പോഴും പ്രവാചകൻ അവിടെ കുനിഞ്ഞു നിന്നു എന്നുള്ള കാരണത്താൽ ഞങ്ങളും അത് ചെയ്തു എന്ന് പറയുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചരിത്രത്തിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ കേട്ട ചരിത്രമാണ് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഉഹദിന്റെ രണാങ്കണം അത് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നത്. ആ സമയത്ത് ആ യുദ്ധത്തിന്റെ വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു പറയുന്നുണ്ട്, സഹാബ, ഞാൻ മരണപ്പെട്ടിട്ടില്ല, ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു പറയുമ്പോ 10ഓളം വരുന്ന സഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്നുകൊണ്ട് പ്രവാചകന് കവചം തീർക്കുകയാണ്. നമ്മൾക്ക് കാണാം ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ആ ഒരു കവചം തീർത്ത സ്വഹാബികളിൽ ഉൾപ്പെട്ട സ്വഹാബിയാണ് അദ്ദേഹം. 50ഓളം കുത്തും വെട്ടും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് പ്രവാചകൻ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. സഹോദരന്മാരെ, അത്രത്തോളം വേദന
വേദനകള് പ്രവാചകന്റെ നേർക്കൊരു വാൾമുന കടന്നു വരുമ്പോ സ്വന്തം ശരീരത്തിലേക്ക് അത് ഏറ്റുവാങ്ങുന്ന സ്വഹാബിമാരെ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഈ യുദ്ധമൊക്കെ കഴിഞ്ഞ് മദീനയിലെ പ്രവാചകൻ എത്തി. ആ സമയത്ത് സഹാബിമാരോട് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സഹാബികള് തിരിച്ച് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, നബിയെ ജീവിച്ചിരിക്കുക ഒരു രക്തസാക്ഷി എങ്ങനെയാണ് ജീവിച്ചിരിക്കുക? ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു ആ സമയത്ത് ഇങ്ങനെ നടന്നു വരിക. ആ സഹാബിയിലേക്ക് കൈകൾ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അദ്ദേഹമാണ് ഷഹീദുൻ യംശി അലൽ അർദ്, ഭൂമിയിലൂടെ നടന്നു പോകുന്ന ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് അദ്ദേഹം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരന്മാരെ, അവരൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത് അങ്ങനെയായിരുന്നു. എങ്ങനെയൊക്കെ അവർക്ക് സ്നേഹിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ അവര് പ്രവാചകനെ സ്നേഹിച്ചിട്ടുണ്ട്. പ്രവാചകന് പറയുന്ന ഒരു കാര്യത്തിന് പോലും ഇല്ല എനിക്കതിന് സമയമില്ല, എനിക്കതിന് താല്പര്യമില്ല എന്നവര് പറഞ്ഞു മാറി നിന്നിട്ടില്ല. അത്രത്തോളം അവര് പ്രവാചകനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്താണ് സഹോദരന്മാരെ? റാലിയായിട്ട് അതേപോലെ തന്നെ മിഠായി വിതരണമായിട്ട് പല രൂപത്തിലുള്ള കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു കല്യാണത്തിന് പോയ സമയത്ത് അവിടുന്ന് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഈ ഒരു നമ്മളെ പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം അതിന് യഥാർത്ഥത്തിൽ ശർത്തും ഫർളും അതിലെ സുന്നത്തും കാര്യങ്ങളൊക്കെ അതെങ്ങനെ നിർവഹിക്കണം എന്നതൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നബിദിനത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും കാണാൻ കഴിയൂല. സിനിമാ പാട്ടുകൾ വരെ, കോലം മാറ്റി വരുന്ന DJ പാർട്ടികൾ വരെ അതിന്റെ ആ ഒരു ആരവം അതിലേക്ക് കടന്നു വരുന്ന രൂപത്തിലേക്കൊക്കെ അത് എത്തി എന്നുള്ളത് വരുമ്പോ നമ്മളൊക്കെ ചിന്തിക്കേണ്ട വസ്തുതയാണത്. ഇവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരോട് എന്ത് ചെയ്യണമെന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. അതാണ് ഞാൻ ഇവിടെ ഓതി വെച്ചിട്ടുള്ള ആയത്ത്. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി, ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയഅമൽ അമലൻ സാലിഹാ, അവൻ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു കൊള്ളട്ടെ, നല്ല പ്രവർത്തനങ്ങൾ അവൻ ചെയ്തു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഒന്നിനെ തന്നെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്തു കൊള്ളട്ടെ. ഈ ആയത്തിലൂടെ റബ്ബ് നമ്മളെ പഠിപ്പിക്കാണ്. നാളെ പടച്ച റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് പേടിക്കുന്നവരാണോ നമ്മൾ ഈ ആയത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളേണ്ടുന്ന കാര്യമാണ് സഹോദരന്മാരെ. ഇങ്ങനെ ഒരു പ്രവാചക സ്നേഹം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവാചക സ്നേഹം അത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉള്ളൊരു പ്രവാചക സ്നേഹത്തില് പങ്കാളികളാകാൻ നമ്മൾക്ക് കഴിയുകയില്ല എന്നുള്ളതാണ്. എന്നാൽ പ്രവാചക സ്നേഹം എന്ന പേരിൽ രാത്രി 4 മണിക്കൊക്കെ അവർ ചെല്ലുന്ന മൗലൂദ്, ആ മൗലൂദിൽ എന്താണ് കൃത്യമായിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതിലൊക്കെ ശിർക്കുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളാണ്, കാര്യങ്ങളാണ് അതിൽ കടന്നു വരുന്നത്. നമ്മൾ കാണാം ഷറഫുൽ അനാ മൗലിദ് അതിൽ പറയാണ്, അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലുകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീറു. എന്താണ് ആ മൗലൂദ് കിതാബിലൂടെ പാടുന്നത് സഹോദരന്മാരെ? അങ്ങയുടെ സാധുവായിട്ടുള്ള അടിമയാണ് ഞാൻ, അങ്ങയുടെ മഹത്തായ ഔദാര്യത്തിൽ നിന്നും ഞാൻ ചോദിക്കുകയാണ്. സന്തോഷ വാർത്ത അറിയിക്കുന്നവനും താക്കീതുകാരനുമായ നബിയെ, എന്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ സാധുവാണ്, പല രൂപത്തിലുള്ള തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പല രൂപത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളോട് പ്രാർത്ഥിക്കുകയാണ് എന്ന് പറയുമ്പോ സഹോദരന്മാരെ എങ്ങനെയാണ് നമ്മൾക്കത് പറയാൻ കഴിയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന് മുമ്പ് നമ്മളെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വസിയത്ത് എന്താ? ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്നു മറിയം ഫഇന്നമാ അന അബ്ദുഹു ഫഖൂലു അബ്ദുല്ലാഹി വറസൂലി.
ക്രിസ്ത്യാനികൾ മറിയമിന്റെ പുത്രൻ ഈസാ നബി അലൈഹിസ്സലാമിനെ അമിതമായിട്ട് വാഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ അമിതമായിട്ട് വാഴ്ത്തരുത്. നിശ്ചയമായും ഞാൻ അള്ളാഹുവിന്റെ അടിമ മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ എന്നെ അള്ളാഹുവിന്റെ അടിമയും ദൂതനും എന്ന് വിളിച്ചുകൊള്ളുക. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് കൈകൾ നീട്ടിയിട്ട് ഇതിലൂടെ പറയാണ്, നബി എന്റെ പ്രയാസമൊക്കെ തീർത്തരണം, എന്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റിത്തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്നതിന്റെ ആ ഒരു ഗൗരവം നമ്മൾ വളരെ കൃത്യമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, നാം എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളാണ്. നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയാണുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നബിയെ എന്റെ അടിമകൾ എന്നോട് താങ്കളോട് എന്നെ പറ്റി ചോദിച്ചാൽ ഞാൻ അവരുടെ അടുത്താണെന്ന് പറയുക. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ. അവരെന്നെ വിളിച്ചോട്ടെ, ഞാൻ അവർക്ക് ഉത്തരം നൽകാൻ തയ്യാറാണ്. ഫലിയസ്തജീബു ലി വലിയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. അവരെന്നോട് ചോദിച്ചാൽ അതിന് ഉത്തരം നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എങ്ങനെയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനകൾ നടത്താൻ കഴിയുക? പ്രവാചകനോട് എങ്ങനെ നമ്മൾക്ക് തേടാൻ കഴിയും? സഹോദരന്മാരെ, അനുഗ്രഹമുടയവൻ അത് അല്ലാഹു മാത്രമാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് അല്ലാഹു അനുഗ്രഹങ്ങൾ നൽകുന്നത്. അതിനാൽ തന്നെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ലെങ്കിൽ ഔലിയാക്കളോ അമ്പിയാക്കളോ അവരിലേക്കൊന്നും തീർക്കുന്ന രൂപത്തിൽ, അവരിലേക്ക് എത്തിക്കുന്ന രൂപത്തിലുള്ള പ്രാർത്ഥന അതൊരിക്കലും പാടില്ലാത്തതാണെന്നാണ്. ഇനി അതിൽ തന്നെ വേറൊരു ആ മൗലൂദിലെ വേറൊരു വരി നമുക്ക് കാണാൻ കഴിയും. ഫഅഅസനി വഅജ്ർനി യാ മുജീറു മിൻ സഈർ യാ യാസി യാ മിലാദി ഫീ മുലമ്മമാത്തിൽ ഉമൂർ. സഈർ എന്ന നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നവരെ എന്നെ സഹായിക്കുകയും നരകത്തിൽ നിന്ന് മോചനം നൽകുകയും ചെയ്യണമേ. പ്രയാസഘട്ടങ്ങളിൽ സഹായിക്കുകയും അഭയവുമായുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുകയാണ്. നരകത്തിലെ ആ ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുന്നവരെ പല രൂപത്തിലുള്ള പ്രശംസ വാക്കുകൾ ഈ മൗലൂദ് കിതാബുകളിലൂടെ നൽകുകയാണ്. സഹോദരന്മാരെ, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകേണ്ടുന്ന കാര്യങ്ങൾ. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വകവെച്ചു കൊടുക്കുന്ന ആ ഒരു കാര്യം അത് എത്രത്തോളം ഗൗരവമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇനി അതേ മൗലൂദിലെ മറ്റൊരു വരിയിൽ നമുക്ക് കാണാം, യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായികി മിൻ ജഹന്നമി ഫീ ഗദി. അള്ളാഹുവിന്റെ പ്രവാചകരെ, നാളത്തെ കാര്യങ്ങൾ, നാളത്തെ സൃഷ്ടികളെ മുഴുവൻ നരകമെന്ന ജഹന്നമെന്ന നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന നബിയുടെ മേൽ നീ സ്വലാത്ത് ചെയ്യണേ അല്ലാഹ് എന്നൊക്കെ പറയുന്ന രൂപത്തിലേക്ക് അതിന്റെ വരികൾ കടന്നിരാണ്. സഹോദരന്മാർ, ഇത് എത്രത്തോളം ഗുരുതരാണ് നമ്മൾ ചിന്തിക്കണം. നരകത്തിൽ നിന്ന് ഒരടിമയെ മോചിപ്പിക്കുക എന്നുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവാണ് സ്വർഗ നരകങ്ങളുടെ നാഥൻ. അടിമകളെ സ്വർഗത്തിൽ നിന്ന് പ്രവേശിപ്പിക്കുന്നതും നരകത്തിലേക്ക് കടത്തുന്നതും മോചിപ്പിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഒരാളും അവന്റെ പ്രവർത്തനവുമായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, ഖാലു വലാ അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ താങ്കളും പ്രവേശിക്കൂലേ? താങ്കളുടെ പ്രവർത്തനവുമായി താങ്കളും സ്വർഗത്ത് പ്രവേശിക്കൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി, ഇല്ല, പ്രവേശിക്കുകയില്ല. വലാന, ഞാനും പ്രവേശിക്കൂല. ഇല്ലാ അൻ യതഅമ്മദനി അല്ലാഹു ബിഫദ്ലിൻ വറഹ്മ, ഞാനും പ്രവേശിക്കില്ല അല്ലാഹു അവന്റെ മഹത്തായ അനുഗ്രഹവും കാരുണ്യവും കൊണ്ട് എന്നെ പൊതിഞ്ഞെങ്കിലല്ലാതെ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പോലും ആ കാര്യത്തെക്കുറിച്ച് എത്രത്തോളം ഗുരുതരമായിട്ടാണ് അത് മനസ്സിലാക്കിയതെന്ന് മനസ്സിലാക്കുമ്പോൾ ആ പ്രവാചകനോടാണ് പറയുന്നത്, സഈർ എന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ കാക്കണേ, ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരണേ എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഗുരുതരമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മൗലിദ്, സുബ്ഹാന മൗലിദ് എന്ന് പറയുന്ന അതിൽ നമുക്ക് കാണാം, അൻത ഗഫാറുൽ ഖതായാ വദ്ദുനൂബിൽ മുബിഖാത്ത് അൻത സത്താറുൽ മുസാവി. നബിയെ, താങ്കളാണ് വൻപാപങ്ങളും തെറ്റുകളും പൊറുക്കുന്നവൻ, താങ്കളാണ് അഖില ദോഷങ്ങളും മൂടിവെക്കുന്നവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, താങ്കളാണ് വൻപാപങ്ങളും തെറ്റുകളൊക്കെ പുറത്തിരുന്ന ആള്, താങ്കളാണ് എല്ലാ ദോഷങ്ങളും മാറ്റിത്തരുന്ന ആള് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവൻ എന്തെങ്കിലും ഒരു ദോഷമുണ്ടായാൽ, അവൻ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ, അവൻ എന്തെങ്കിലും ഒന്ന് തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പാപമോചനത്തോടുകൂടി മടങ്ങും. ആ തെറ്റുകൾ പൊറുക്കാൻ പണി അവൻ എടുക്കും എന്നുള്ളത് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് നമ്മൾക്ക് പരിചയപ്പെടുത്താണ്. പക്ഷെ ഇവിടെ പറയണ എന്താ, നബിയെ, താങ്കളാണ് ഇതൊക്കെ വൻപാപങ്ങളും തെറ്റുകളൊക്കെ പുറത്തു തരുന്നവനെന്ന് പറയുമ്പോ അതിന്റെ ഗൗരവം അത് എത്രമാത്രമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. പല ബൈത്തുകളും നമ്മൾക്ക് അങ്ങനെ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾക്കറിയാം, ഈ ഒരു ഖുറൈശികളായിട്ടുള്ള ആളുകളുടെ അന്നത്തെ വിശ്വാസം സൂറത്ത് അങ്കബൂത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അവര് കപ്പലിൽ കയറിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ചുകൊണ്ട് റബ്ബിനോട് മാത്രമാക്കി അവരുടെ പ്രാർത്ഥന അത് മാറ്റുമെന്നുള്ളതാണ്. എന്നാലോ അതിനുശേഷം അവര് പുറത്തേക്ക് കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവര് വീണ്ടും അവരുടെ തെറ്റുകളിലേക്ക് തന്നെ മടങ്ങുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, എന്റെ പ്രയാസങ്ങൾ തീർത്തരണം, എന്റെ സങ്കടങ്ങൾ തീർത്തരണം, എന്റെ വിഷമങ്ങൾ ഇല്ലാതാക്കി തരണം എന്നുള്ളത് പരിചയപ്പെടുത്തുമ്പോൾ ഇതൊക്കെ എത്രത്തോളം ഗൗരവമാണെന്ന് നമ്മൾ ചിന്തിക്കുക. വേറൊരു മൗലൂദിൽ നമ്മൾ കേട്ട ഒരു വരിയാണ്, ഇർതഖബ്തു അലൽ ഖത്താ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. എണ്ണമില്ലാത്ത പാപങ്ങൾ നിറഞ്ഞ വാഹനത്തിലാണ് ഞാൻ കയറിയിട്ടുള്ളത്. നേതാവായ നബിയെ, അങ്ങയോട് ഞാൻ എന്റെ ആദികൾ അർപ്പിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കുക, നമ്മുടെ പ്രയാസങ്ങള്, നമ്മുടെ സങ്കടങ്ങള്, നമ്മുടെ ദുഃഖങ്ങള്, ഇതൊക്കെ നമ്മൾ വെക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ്. അല്ലാഹുവിനോടാണ് നമ്മൾ പറയേണ്ടത്, എനിക്ക് ഇങ്ങനെയൊക്കെ പ്രയാസങ്ങളുണ്ട്. അതാണ് പ്രവാചകന്മാരുടെ മാതൃകകള് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അയ്യൂബ് നബി അലൈഹിസ്സലാം വലിയ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ്. അയ്യൂബ് നബിക്ക് മുമ്പ് പല പ്രവാചകന്മാരും കടന്നു വന്നിട്ടുണ്ട്. അവരിലേക്ക് കൈകൾ നീട്ടിക്കൊണ്ട് അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയൂല. നമ്മൾക്കുള്ള സങ്കടങ്ങൾ നൽകുന്നത് റബ്ബാണ്, നമ്മൾക്ക് സന്തോഷങ്ങൾ നൽകുന്നത് റബ്ബാണ്, നമ്മൾക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നത് പടച്ച റബ്ബാണ്. അതുകൊണ്ട് തന്നെ ഏത് വിഷമഘട്ടങ്ങൾ ഉണ്ടാവുമ്പോൾ റബ്ബിലേക്ക് കൈകൾ ഉയർത്താൻ, അതുപോലെ തന്നെ സന്തോഷമുണ്ടാവുമ്പോ റബ്ബിനോട് ശുക്ർ ചെയ്യാനൊക്കെ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ ഈ ഒരു രൂപത്തിൽ പല കാര്യങ്ങളും നമ്മൾക്ക് സമൂഹത്തിൽ കാണുവാൻ സാധിക്കും. ഇതൊക്കെ ശിർക്കിന്റെ കാര്യമാണ്. അതായത് നമ്മുടെ പരലോകത്തെ പോലും നഷ്ടപ്പെടുത്തുന്ന വലിയ കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിലൊക്കെ മനസ്സിലാക്കേണ്ടത്. ലുക്മാൻ നബി അലൈഹിസ്സലാം തന്റെ മകന് നൽകുന്ന ഉപദേശം നമ്മൾക്ക് കാണുവാൻ സാധിക്കും. മകനെ ചേർത്ത് നിർത്തിയിട്ട് ലുക്മാൻ നബി അലൈഹിസ്സലാം ആദ്യമായിട്ട് നൽകുന്ന ഉപദേശം, ലാ തുശ്രിക് ബില്ലാ, മോനെ നീ ശിർക്ക് ചെയ്യാൻ പാടില്ല, അല്ലാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല. ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വമ്പിച്ച അക്രമമാകുന്നു എന്ന് അവിടെ പരിചയപ്പെടുത്താണ്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളൊക്കെ പുറത്തെടുക്കും. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തെടുക്കും. അൻ യുശ്റക ബിഹി, ശിർക്ക് ചെയ്യാത്ത എല്ലാ പാപങ്ങളും. ശിർക്കില്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അവന്റെ പാപങ്ങൾ പുറത്തെടുക്കും. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ പൊറുക്കും. അതിന്റെ ഒരു കണ്ടീഷനായിട്ട് പറഞ്ഞ ശിർക്കില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം.
വമൻ യുശ്രികു ബില്ലാഹി ഫഖദ് ഇഫ്തറ ഇസ്മൻ അദീമ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അത് ഏറ്റവും വലിയ പാപമാണ് എന്ന് ശിർക്കിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിലൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കാണ്. ഇതിന്റെ വരികളിൽ, ഇതിന്റെ ഓരോ കാര്യങ്ങളിലും അതിൽ ശിർക്കിന്റെ ഒരു വിശ്വാസം കടന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലങ്ങളിൽ എങ്ങനെയാണ് നിബിധനുണ്ടായിരുന്നത്, അതിൽ നിന്ന് മാറിയിട്ട് ഇന്ന് പല രൂപത്തിലും ആധുനിക മോഡേൺ അല്ലെങ്കിൽ ഫാഷൻ എന്നൊക്കെ രൂപത്തിലേക്ക് അത് എത്തിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് അനുവദിക്കപ്പെട്ട ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, ബലി പെരുന്നാളൊക്കെ അതിലൊന്നും നമ്മൾക്ക് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ ഇത് മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ റബീഉൽ അവ്വൽ വരുമ്പോഴും പുതിയ രൂപത്തിലും പുതിയ കോലങ്ങളിലും ഒക്കെ ആയിട്ടത് മാറുമ്പോൾ തന്നെ നമ്മൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സഹോദരന്മാരെ, ബിദ്അത്തിന്റെ ആ ഒരു അവസ്ഥ നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല. നാളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൗദുൽ കൗസർ നൽകുന്ന സമയത്ത് അത് നൽകാതെ ആട്ടിയോടിക്കുന്ന ചില വിഭാഗങ്ങളുണ്ട്. അവരുടെ മുമ്പിൽ ഹദീസിൽ നമ്മൾക്ക് കാണാം, അവരുടെ മുന്നിൽ അള്ളാഹു ഒരു മറ ഇട്ട് കൊടുക്കുന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ചോദിക്കും, അള്ളാഹുവേ, എന്തിനാണ് അവരുടെ മുന്നിൽ ഇങ്ങനെ മറയിട്ടത്? പ്രവാചകരെ, താങ്കൾ വഫാത്തായതിനു ശേഷം ദീനിലെ പുതുതായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്തവരാണവർ എന്ന് പറയുകയും അവിടുന്ന് പ്രവാചകൻ അവരെ കല്ലെടുത്തെറിഞ്ഞ് ആട്ടുന്നൊരവസ്ഥയും ഉണ്ടാവും എന്ന് പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ ഈ വിഷയമൊക്കെ കൃത്യമായിട്ട് ചിന്തിക്കുക. ഒന്ന് അവിടെ പോയതല്ലേ, ഒരു പായസം കുടിച്ചതല്ലേ, അല്ലെങ്കിൽ ഒന്ന് മിഠായി വാങ്ങിയതല്ലേ, എന്താ ഇപ്പൊ പ്രശ്നം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ അതൊക്കെ ഇതിന്റെ ഒരു ഗൗരവം പ്രവാചകനും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഒന്നും കൃത്യമായിട്ട് പഠിപ്പിക്കാത്തൊരു ആചാരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. ഈ ഒരു കാര്യത്തിന് ഇതിൽ നിന്നുള്ള തെളിവുണ്ടോ, ഖുർആനിൽ നിന്നുള്ള തെളിവുണ്ടോ, ഹദീസിൽ നിന്നുള്ള കാര്യമുണ്ടോ എന്നൊക്കെ അവരോട് ചോദിക്കുമ്പോൾ അവര് പറയുന്ന കാര്യമാണ്, പണ്ട് മൈക്കാർ ഉപയോഗിക്കാറില്ലേനല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സംസാരിക്കാൻ അവർ മൈക്ക് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്നിപ്പോ മൈക്ക് ഉപയോഗിക്കാറുണ്ട്, അത് ബിദ്അത്തല്ലേ എന്നൊക്കെയാണ് അവര് ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയം, അത് ഒരു മൈക്ക് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അത് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മൾ ഉപയോഗിക്കണേ. എല്ലാരും കേൾക്കണം എന്നൊരു ഉദ്ദേശമാണ് അതിനുള്ളത്. മൈക്ക് ഉപയോഗിച്ചിട്ട് ക്ലാസ് എടുത്താൽ അതില് ഇരട്ടി പുണ്യുണ്ട് അല്ലെങ്കിൽ ഇത്ര പുണ്യുണ്ട് എന്നൊരു ഉദ്ദേശം ആരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അങ്ങനെ പല പ്രവാചകന്റെ കാലത്ത് കാറില്ല, ബസ്സില്ല, ലോറില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയണ ഇതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അത് പുണ്യമായിട്ട്, അതായത് ഇന്ന സാധനം ചെയ്താൽ ഇന്നതൊക്കെ പുണ്യം കിട്ടും, ഇത്ര പുണ്യുണ്ട്, മൗലൂദ് ഓതി എത്ര പുണ്യുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്ത എത്ര പുണ്യുണ്ട് എന്ന് പറയുമ്പോൾ അത് ദീനിന്റെ പേരിൽ ചേർക്കപ്പെടുമ്പോഴാണ് അത് ബിദ്അത്തായിട്ട് വരുന്നത് എന്നുള്ളതാണ് ആ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായിട്ട് മനസ്സിലാക്കാൻ, അത് കൃത്യമായിട്ട് പഠിക്കാൻ, ആ സത്യത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ, നാളെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള വിഷയം ഈ മൗലൂദ് കിതാബുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അതിലെ കാര്യങ്ങളാണ്, അതിലെ പ്രശ്നങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ശിർക്കിന്റെ വരികൾ അതിൽ കടന്നു വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വസിയത്തുകളിൽ പെടുന്നൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും പല ആളുകളും അത് ശീലമായ ഒരു വിഷയമായിരിക്കും, പക്ഷെ കഴിയുമെങ്കിൽ അത് തിരുത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണ് നമ്മൾ പ്രവാചകനെ സ്നേഹിക്കേണ്ടത്. പ്രവാചകനിൽ നിന്ന് ഒരു അറിവ് നമ്മൾക്ക് കിട്ടിയാൽ നാളെ നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാവും എന്നുള്ള തീരുമാനമെടുക്കുക എന്നുള്ളതാണ്.
അതിലൊരു കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച ഒരു വിഷയമാണ് നമ്മുടെ ഇടത് കൈ കുത്തിയിരിക്കുക എന്നുള്ളത്. ഇടത് കൈ നമ്മൾ കുത്തിയിരിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച വെറുത്ത ഒരു കാര്യമാണ്. ലഅനല്ലാഹ്, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലും ഈ ജൂത ക്രിസ്ത്യാനികളെ വെറുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഹദീസിന്റെ അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയണത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെ ഇടത് കൈ കുത്തിയിരിക്കും, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ വലത് കൈ കുത്തി ഇരിക്കണം എന്ന് നമുക്ക് ഹദീസുകളിലൂടെ കാണാൻ കഴിയും. പലപ്പോഴും നമ്മള് ഇങ്ങനെ ശീലമായതുകൊണ്ട് നമ്മുടെ കൈ ഓട്ടോമാറ്റിക് ആയിട്ട് വരിക ഇടത് കൈ ആയിരിക്കും. അപ്പോ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കൃത്യമായിട്ടൊരു കാര്യം അത് സ്വഹീഹായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. സ്വഹാബിമാർ അതിനൊക്കെ മത്സരിക്കുന്ന ആള് നമുക്ക് അറിയാലോ ചരിത്രം. ഒരു സ്വഹാബി ഒരു ദിവസം ഇങ്ങനെ കടന്നു വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇനി വരുന്ന ആള് സ്വർഗത്തിലാണ്, ഇനി വരുന്ന സ്വഹാബി സ്വർഗത്തിലാണെന്ന് പറയുമ്പോ ആ സ്വഹാബിനെ എല്ലാരും ഇങ്ങനെ നോക്കി, എന്താ സ്വഹാബിക്ക് ഇത്ര പ്രത്യേകത, റസൂലുള്ളാഹി സ്വർഗത്തിലാണെന്ന് പറഞ്ഞ സ്വഹാബിയാണ്. അദ്ദേഹം നബിന്റെ അടുത്ത് വന്നു, സലാം പറഞ്ഞു, ആ സദസ്സിലിരുന്നു. പിറ്റേന്നും റസൂലുള്ളാഹി സദസ്സിലിരിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ഇനി വരുന്ന ആള് സ്വർഗത്തിലാണ്. അപ്പൊ അതേ സ്വഹാബി വന്നു, റസൂലിനോട് സലാം പറഞ്ഞു, അദ്ദേഹം അവിടെ ഇരുന്നു. മൂന്നാമത്തെ ദിവസം വീണ്ടും പറയുമ്പോ അതേ സ്വഹാബി വരികയാണ്, റസൂലിനോട് സലാം പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. മൂന്നാമത്തെ ദിവസം എല്ലാ സ്വഹാബിമാരും തീരുമാനിക്കുകയാണ്, എന്തോ ഒരു കാര്യം അദ്ദേഹം നമ്മളിലധികമായിട്ട് ചെയ്യുന്നുണ്ട്, അതെന്താന്ന് കണ്ടെത്തണം. അല്ലെങ്കിൽ റസൂലുള്ളാഹി ഒരിക്കലും ഇങ്ങനെ പറയില്ല, ഈ സ്വഹാബി സ്വർഗത്തിലാണെന്നുള്ളത് പറയില്ലല്ലോ. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തീരുമാനിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ ആയിട്ട് തെറ്റി നിൽക്കുകയാണ്, അതുകൊണ്ട് 3 ദിവസം താങ്കളുടെ കൂടെ ഞാൻ നിൽക്കുന്നതിൽ താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചു. ആ സ്വഹാബി പറയാണ്, ഇല്ല എനിക്ക് ബുദ്ധിമുട്ടില്ല, എൻ്റെ വീട്ടിൽ നിന്നോളിയാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓരോ സമയവും അദ്ദേഹത്തെ നിരീക്ഷിക്കണം. എന്താണ് അദ്ദേഹം എക്സ്ട്രാ ആയിട്ട് അമിതമായിട്ട് എന്താണ് ചെയ്യണത് നബി അങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തഹജ്ജുദിന് എണീക്കുമ്പോൾ അദ്ദേഹം തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്. തഹജ്ജുദ് കഴിഞ്ഞ് അദ്ദേഹം ഉറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ആ പള്ളിയിൽ പോകുന്നുണ്ട്. അങ്ങനെ നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെയ്യണേ. മൂന്നാമത്തെ ദിവസം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ 3 തവണ പ്രവാചകന്റെ സദസ്സിൽ വന്നപ്പോഴും പ്രവാചകൻ പറഞ്ഞു, ഇനി വരുന്ന ആള് സ്വർഗത്തിലാണ്, ഞങ്ങളിൽ നിന്ന് അധികമായിട്ട് താങ്കൾ എന്താണ് ചെയ്യുന്നത് എന്ന് അറിയാനാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ഉമ്മിപ്പിയായിട്ട് തെറ്റിയിട്ട് 3 ദിവസം താങ്കളെ കൂടെ നിൽക്കട്ടെ എന്ന് ചോദിച്ചത് അതുകൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുമ്പോ അദ്ദേഹത്തോട് ചോദിക്കാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരുമോ, അല്ലെങ്കിൽ പറഞ്ഞു തരുമോ എന്ന് ആ സ്വഹാബിയോട് ചോദിക്കുമ്പോ ആ സ്വഹാബി പുഞ്ചിരിച്ചോണ്ട് ഉത്തരം പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പറ്റി ഒരാൾ മോശമായിട്ട് പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് പ്രയാസം ഉണ്ടാവും, ആ സമയത്ത് എനിക്ക് സങ്കടം ഉണ്ടാവും. പക്ഷെ പിന്നെ ആ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ഞാനതൊക്കെ മറക്കും. ആ മനുഷ്യനോട് എനിക്കൊരു അവൻ എന്നെ അങ്ങനെ പറഞ്ഞല്ലോ, എന്നെ അപമാനിച്ചല്ലോ, എന്നെ ബുദ്ധിമുട്ടിച്ചല്ലോ, എന്നെ കഷ്ടപ്പെടുത്തിയല്ലോ എന്നൊരു ചിന്ത എനിക്ക് ഉണ്ടാവില്ല. ഞാൻ അതൊക്കെ മറക്കും, ഞാൻ അവനെ ചേർത്ത് പിടിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേപോലെ തന്നെ പ്രവാചകനും ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് അത് എന്നുള്ളത്. അതിനാണ് അദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറഞ്ഞത്. അത് സഹാബിമാരെ ആലോചിക്കാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ അതിനെങ്ങനെ കൊണ്ടുവരാൻ അവരതിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി എന്നുള്ള. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വന്നിട്ട് നബിയെ എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം തരണം എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യനോട് നബി ഒരൊറ്റ വാക്കാ പറഞ്ഞില്ല, നീ കോപിക്കരുത് കേട്ടോ, നീ ദേഷ്യപ്പെടരുത്. രണ്ടാമത് വീണ്ടും വന്നു, നബിയെ എന്തെങ്കിലും ഒരു കാര്യം, ഒരു നല്ലൊരു കാര്യം എനിക്ക് പറഞ്ഞു തരണം. നബി അദ്ദേഹത്തോട് വീണ്ടും പറഞ്ഞു, നീ കോപിക്കാൻ പാടില്ല. മൂന്നാമത് വീണ്ടും വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ കോപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ 3 തവണ വന്നപ്പോ അയാൾക്ക് മനസ്സിലായി, കോപം എന്നുള്ളത് എന്റെ ജീവിതത്തിലെ ഒരു വലിയ പ്രശ്നമാണ്, അതുകൊണ്ട് അത് ഞാൻ മാറ്റണം. അങ്ങനെ ഓരോ മേഖലകളിലും അങ്ങനെ മാറ്റുന്ന അല്ലെങ്കിൽ തിരുത്തുന്ന ഒരു രൂപമാണ് അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. നബിയിൽ നിന്നൊരു അറിവ് കിട്ടിയാൽ സഹോദരന്മാരെ അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളായിരിക്കും. നമുക്കറിയാം ഉക്കാശ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം.
അദ്ദേഹം രാവിലെ പണിക്ക് പോയാൽ വൈകുന്നേരം നബിന്റെ സദസ്സിൽ വരും. വൈകുന്നേരം പണിക്ക് പോവുകയാണെങ്കിൽ രാവിലെ നബിന്റെ സദസ്സിൽ വന്നിരിക്കും. ഒരു ദിവസം ജോലിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചിങ്ങനെ വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം കേൾക്കണ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ വുളു എടുത്തതിന്റെ പുണ്യത്തെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ കേൾക്കുകയാണ്. വുളു എടുത്ത് അദ്ദേഹം കയറി കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇത്ര പുണ്യുണ്ട് എന്ന് കേൾക്കുമ്പോ ആ സ്വഹാബി പറയാണ്, പഠിച്ചോനെ ഇത് വലിയൊരു കാര്യമാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇനി മുതൽ ആ കാര്യം ഉണ്ടാവും എന്ന മനുഷ്യൻ തീരുമാനിക്കാണ്. ആ മനുഷ്യനത് തീരുമാനിച്ച് ഉറക്കെ പറയാണ്, ഇത് വലിയൊരു കാര്യമാണെന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അദ്ദേഹത്തോട് പറഞ്ഞു, അതിലേറെ വലിയൊരു കാര്യം പ്രവാചകത്തിന്റെ മുന്നേ പറഞ്ഞുപോയി, അത് കേട്ടില്ലല്ലോ ചോദിച്ചു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാണ്, ഉമറെ ആ കാര്യം എനിക്ക് പറഞ്ഞോണ്ടാ, അതും ഞാൻ എന്റെ ജീവിതത്തിൽ പകർത്താൻ തയ്യാറാണ്. ഉമർ റളിയല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്, ആ വുദൂവിന് ശേഷം ഒരാൾ വുദൂ എടുത്തതിന് ശേഷം അതിന് ശേഷമുള്ള പ്രാർത്ഥന അത് ചൊല്ലിക്കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും ആ മനുഷ്യൻ കടന്നു എന്നുള്ള ആ ഒരു കാര്യം അദ്ദേഹത്തെ അറിയിച്ചപ്പോ അദ്ദേഹം പറയാണ്, അതിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് അങ്ങനെയാണ്. സഹോദരന്മാർ, ഒരു നന്മ കിട്ടിയാൽ, ഒരു നല്ല കാര്യം നമുക്ക് കിട്ടിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. ഖുർആൻ ക്ലാസ്സുകൾ, അതേപോലെ തന്നെ ഹദീസ് ക്ലാസ്സുകൾ, സിയാറികൾ, QHLS ക്ലാസ്സുകൾ, ഇതിലൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു പങ്കാളിത്തം ഉണ്ടാവണം. കാരണം നമ്മുടെ ഈമാൻ ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കും, ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കും, ഇല്ലാതായിക്കൊണ്ടിരിക്കും. ആ ഈമാനിനെ പുതുക്കാനുള്ള മാർഗങ്ങളാണ് ഈ ഖുർആൻ ക്ലാസ്, അതേപോലെ തന്നെ ഹദീസ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ കുട്ടികൾക്ക് സിയാറി. പ്രത്യേകിച്ച് മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇന്ന് പല രൂപത്തിലുള്ള തെറ്റുകളിലേക്കും മക്കൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. അപ്പൊ അവർക്കൊരു സിയാറിക്ക് വിളിക്കപ്പെടുമ്പോ ഓന് സമയമല്ല, ഓന് പഠിക്കാൻ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോ, ഞാൻ പണ്ട് ഒരു സിയാറി നടത്തിയ ആളെന്നുള്ളതുകൊണ്ട് പറയാണ്, ആ സമയത്ത് മയ്യത്ത് നിസ്കാരത്തിന്റെ പ്രാർത്ഥന കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോ കുട്ടികള് അവസാന ദിവസം ഈ ഒരു നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടിയ അഭിപ്രായം എന്താ നിങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ കുട്ടികൾ പറഞ്ഞാണ്, ഈ ഒരു പ്രാർത്ഥന ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഈ ഒരു ക്ലാസ്സിന് വന്നതിന് ശേഷം നമുക്ക് കിട്ടിയത്. നമ്മൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ ഒരുക്കിയിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അങ്ങനെ ഏതേത് നന്മകളുണ്ടോ അതിലൊക്കെ നമ്മുടെ പങ്കാളിത്തം ഉണ്ടാവണം. QHLS ആയാലും അങ്ങനെ ഖുർആൻ പഠിക്കുന്ന ഒരു സദസ്സാണെങ്കിൽ നമ്മൾ അതിൽ ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓണത്തിന്റെ ഒക്കെ അവസ്ഥ നമുക്കറിയാം. ഇന്ന് ഏറ്റവും കൂടുതൽ അതിന്റെ ആഘോഷമായിട്ട് കൊണ്ടടക്കുന്നത് മുസ്ലിം സമുദായത്തിലെ കുട്ടികളാണ്. അന്ന് ജുമക്ക് പോണ സമയത്ത് ഞാനിങ്ങനെ കണ്ടൊരു കാഴ്ചയാണ്, ആ സ്കൂളിന്റെ മുമ്പിലൂടെ ഇങ്ങനെ ബൈക്ക് ഓടിച്ചു പോകുമ്പോ ആ പല രൂപത്തിലുള്ള സാരി അതും ഇതൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നത് നമ്മുടെ ഉമ്മത്തിൽ പെട്ടിട്ടുള്ള കുട്ടികളാണെന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു വേദന എത്രത്തോളം ആണെന്നുള്ള റസൂലുള്ളാഹി പറഞ്ഞത്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹു. നിങ്ങൾ ഏതെങ്കിലും ഒരു കൗമുമായിട്ട് സാദൃശ്യപ്പെട്ടാൽ നിങ്ങൾ അവരിൽ പെട്ടവനാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. നമ്മളതൊക്കെ ഗൗരവമായിട്ട് ചിന്തിക്കുക. നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണം. ദീനിനെ കുറിച്ച് അവർ അറിയണം, അവര് മനസ്സിലാക്കണം. അതിനാണ് ഈ ഒരു പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവുമ്പോ ഓലെ അതിൽ പങ്കെടുപ്പിക്കണം. ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 1 മണിക്കൂറത്തെ പ്രോഗ്രാം, ആ 1 മണിക്കൂർ നമ്മൾ മാറ്റിവെച്ചാൽ സഹോദരന്മാരെ, ചിലപ്പോ അവർക്ക് കിട്ടുന്ന അറിവ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിക്കാരം. നാളെ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, ആ മക്കളെ ഒരുക്കാനൊക്കെ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിലൂടെയൊക്കെ നമുക്ക് സാധിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊക്കെ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കള്, അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തെയൊക്കെ ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന കുടുംബത്തിലെ ആളുകളാക്കി മാറ്റുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തു നിന്ന് വിട പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ എല്ലാവരുടെയും ഖബറിടം അല്ലാഹു വിശാലമാക്കി നൽകുമാറാവട്ടെ. രോഗം കൊണ്ട് വളരെയധികം പ്രയാസപ്പെടുന്ന
സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളെയെല്ലാം നീക്കി സമാധാനമുള്ള ജീവിതത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ ലോകത്തിന്റെ പല ദിക്കുകളിലും പല രൂപത്തിലുള്ള പീഡനങ്ങളും മർദ്ദനങ്ങളും ഒക്കെ അനുഭവിക്കുന്ന സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളെയെല്ലാം നീക്കി സമാധാനമുള്ള ജീവിതത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ യുവതലമുറ പല രൂപത്തിലുള്ള കെണികളിലാണ്. ലഹരി പോലുള്ള മാഫിയകൾ അത് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണുള്ളത്. നമ്മുടെ മക്കളെ യഥാർത്ഥ ദീന് ചേർത്ത് പിടിക്കുന്ന മക്കളാക്കി മാറ്റുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് ഇരു ലോകത്തും ഉപകാരമുള്ള മക്കളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ മാറ്റുമാറാവട്ടെ. ഇന്ന് ഈ പള്ളിയിൽ ഇരിക്കുന്നത് പോലെ നാളെ റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി ഇരിക്കുവാനുള്ള ഭാഗ്യം അത് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുമാറാവട്ടെ. ഏറ്റവും എളുപ്പമുള്ള വിചാരണ നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഉഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹുമുൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ اللهم أجرنا من النار اللهم أجرنا من النار اللهم أحسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم جنبنا من المنكرات الأخلاق والأعمال والأهواء والأدواء آمين آمين برحمتك يا أرحم الراحمين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.